കൈത്താങ്ങായി ഹൈദർമാൻകുട്ടി ട്രസ്റ്റും അൽ സക്കാക്കിർ ആദം ട്രേഡിംഗ് കമ്പനിയും. ഹൈദർമാൻകുട്ടി ട്രസ്റ്റ് വൈസ് ചെയർമാനും അൽ സക്കാക്കിർ ആദം ട്രേഡിംഗ് കമ്പനിയുടെ ചെയർമാനുമായ ആദം അലി മാതാപിതാക്കളായ അലി, നഫീസ എന്നിവരുടെ സ്മരണാർത്ഥം വലപ്പാട് വില്ലേജ് ഓഫീസിനും ഭൂരഹിതരായ 3 കുടുംബങ്ങൾക്കും 5 സെന്റ് വീതം സൗജന്യമായി നൽകി. കരയാമുട്ടം നൂറുൽ ഹുദായ മദ്രസ ഹാളിൽ നടന്ന പരിപാടി റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. ഈ പുണ്യദിനങ്ങളിൽ നമുക്ക് തീർച്ചയായും മനസ്സിൽ ഉറപ്പിക്കേണ്ട വളരെ പുണ്യകർമ്മങ്ങളാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ആദം എന്ന അൽ സക്കാക്കിർ ആദം ട്രേഡ് കമ്പനിയുടെ ചെയർമാൻ അവരുടെ മാതാപിതാക്കളായ അലി, നഫീസ എന്നിവരുടെ സ്മരണയ്ക്ക് വേണ്ടി പ്രിയപ്പെട്ട ഈ ഹസനാദിയും അവരുൾപ്പെടുന്ന ഹൈദർമാൻകുട്ടി ട്രസ്റ്റിൻ്റെയും നേതൃത്വത്തിൽ ഇന്ന് നിർധനരായിട്ടുള്ള അല്ലെങ്കിൽ ഭവനരഹിതരായിട്ടുള്ള 3 കുടുംബങ്ങൾക്ക് വീട് വയ്ക്കാൻ ആവശ്യമായിട്ടുള്ള ഭൂമിയും അതോടൊപ്പം തന്നെ ഈ പ്രദേശത്ത് വില്ലേജ് ഓഫീസിന് സ്വന്തമായി കെട്ടിടം എന്ന് ആശയം തീർക്കാനുള്ള ഒരു ഇടപെടൽ നടത്തുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ ഈ കേരളത്തിനകത്ത് ചെറിയ കാലം കൊണ്ട് 4,56,678 ഇതിനകം ഭൂമിയുടെ ഉടമസ്ഥന്മാരാക്കി മാറ്റിയ മഹാചരിത്രമാണ് യഥാർത്ഥത്തിൽ ഈ ഗവൺമെന്റ്. CC മൂന്നൻ MLA അധ്യക്ഷനായി. ട്രസ്റ്റ് കൺവീനർ PM അബ്ദുൽ ഗഫൂർ ആമുഖ പ്രസംഗം നടത്തി. ട്രസ്റ്റ് ചെയർമാൻ PI ഹസൻ ഹാജി ഭൂമി കൈമാറ്റം മന്ത്രിക്ക് നൽകിക്കൊണ്ട് നിർവഹിച്ചു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജിലഗിരി, വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK മോഹനൻ മാസ്റ്റർ, നാട്ടിയ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P വിനു, ചാവക്കാട് താലൂക്ക് തഹസിൽദാർ സുരേഷ് എന്നിവർ മുഖ്യാതിഥികളായി. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അജ്മൽ ഷെരീഫ്, മഹല്ല് ഖത്തീബ് മുഹമ്മദ് റാഫി ഫൈസി, DCC ജനറൽ സെക്രട്ടറി സുനിൽ ലാലൂർ, CPM എടമുട്ട ലോക്കൽ സെക്രട്ടറി PA രാമദാസ്, CPI വലപ്പാട് മണ്ഡലം സെക്രട്ടറി കിഷോർ വാഴപ്പുള്ളി, വലപ്പാട് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് PS സന്തോഷ്, BJP വലപ്പാട് പഞ്ചായത്ത് പ്രസിഡന്റ് ധനീഷ് മടത്തിപ്പറമ്പിൽ, മുസ്ലിം ലീഗ് വലപ്പാട് പഞ്ചായത്ത് പ്രസിഡന്റ് മുഹമ്മദ് അലി, വലപ്പാട് വില്ലേജ് ഓഫീസർ ഷിജു, കരയാമുട്ടം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് KH കബീർ, ട്രസ്റ്റ് ജോയിൻസ് കൺവീനർ PU അബ്ദുൾ റഹീം, വലപ്പാട് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ അനിത ത്രിദീപ് കുമാർ, ജിതിൻ റാം, PB കണ്ണൻ, മഹല്ല് കമ്മിറ്റി ഭാരവാഹികളായ MM ഷംസു, മുഹമ്മദ് ഇക്ബാൽ എന്നിവർ സംസാരിച്ചു. തുടർന്ന് സമൂഹ നോമ്പുതുറയും നടന്നു. യോഗത്തിൽ വില്ലേജ് ഓഫീസ് പണിയുന്നതിനായി വേണ്ടി 45 ലക്ഷം രൂപ അനുവദിച്ചതായി മന്ത്രി കെ രാജൻ പറഞ്ഞു.